കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിൻ്റെ 100-ാം വാർഷികം ഈ വരുന്ന 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെയുള്ള തീയതികൾ കാസർഗോഡിനടുത്ത് കുനിയ എന്ന പ്രദേശത്ത് ഒരു അന്താരാഷ്ട്ര സ്വഭാവത്തിൽ നടത്തപ്പെടുക. അന്താരാഷ്ട്ര സ്വഭാവം എന്ന് പറയാൻ കാരണം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ, മറ്റ് പ്രമുഖ വ്യക്തികൾ ഒക്കെ സംബന്ധിക്കുന്ന വലിയ ഐതിഹാസികമായ ഒരു സംഭവമായിരിക്കും, സമ്മേളനമായിരിക്കും അവിടെ നടത്തപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ സമ്മേളനത്തിനൊക്കെ ഒരു അന്താരാഷ്ട്ര സ്വഭാവമുണ്ട്. അന്താരാഷ്ട്ര സമ്മേളനമൊക്കെ പറയാനുള്ള കാരണം നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഒരു പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഈ സമ്മേളനത്തിൻ്റെ ഒക്കെ വിജയത്തിന് തീർച്ചയായും മാധ്യമങ്ങളുടെ, ചാനലുകളുടെ ഒക്കെ പൂർണ്ണമായ സഹകരണം ആവശ്യം. അപ്പൊ എല്ലാ സമയത്തും സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് പ്രതികൂലമായോ അല്ലെങ്കിൽ അനുകൂലമായൊക്കെ ഇന്ന് സഹകരിച്ചിരുന്നു. അപ്പോ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമ്മേളനവും അതിനോടനുബന്ധിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ബഹുമാന്യരായ നേതാക്കന്മാർ എല്ലാവരും കൂടി നയിക്കുന്ന സന്ദേശയാത്ര തുടങ്ങി അതിനോട് ബന്ധപ്പെട്ട എല്ലാവിധ സംരംഭങ്ങൾക്കും നിങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണ പിന്തുണയും സഹകരണവും ഒക്കെ ഉണ്ടാവണമെന്ന് ആദ്യമായി നോക്കാം. നിങ്ങളൊക്കെ കയ്യിലേക്ക് നൽകപ്പെട്ട ആ കടലാസിലും 100 വർഷം പ്രവർത്തിച്ചു. വിശുദ്ധമാവുന്നതായ ഇസ്ലാം അത് അതിൻ്റെ ഒരു വള്ളിക്കും ഉള്ളിക്കും ഒരു നൽകും തകരാറ് സംഭവിക്കാത്ത നൽക്ക് മഹാനായ നബിയുനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന അവതരിപ്പിക്കപ്പെട്ട ഈ ശരീഅത്തിന്റെ ആശയാദർശങ്ങൾ അത് പൂർണ്ണമായി അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ സംരക്ഷിക്കപ്പെടുക എന്നാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ടാണ് അത് വിശുദ്ധമായ ഒരു പരമ്പരയിൽ കൂടി ലഭിക്കപ്പെടുകയും വേണം. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത് വിശുദ്ധമായ പരമ്പരയിൽ കൂടി ലഭിക്കപ്പെട്ടതുപോലെ എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെടുന്ന ശരീഅത്തിന്റെ ആശയങ്ങൾ, ആദർശങ്ങളൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളിലേക്ക് വരെ എത്തിയിട്ടുള്ളത് അതിൻ്റെ മുൻഗാമികളാവുന്ന ആ പാരമ്പര്യ വഴിയിലുള്ള മഹത്തുക്കളാവുന്ന ആളുകളെ പറ്റി പരിശോധിച്ച് നോക്കിയാൽ അവർ ഓരോരുത്തരുടെ ചരിത്രവും അവരെ പ്രസവിക്കപ്പെട്ടോളം മുതൽ അവരെ മരണം വരെയുള്ള ചരിത്രങ്ങൾ ഒരാളല്ല ഒരുപാട് ആളുകൾ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങൾ അവരൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഹദീസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ലഭിക്കപ്പെട്ട ഒരു സന്ദേശം, അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്നതായ ആ പരമ്പരയിലുള്ള മഹത്തുക്കളാവുന്ന പണ്ഡിതന്മാർ
അവരുടെ ചരിത്രങ്ങൾ ഒരാളല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിലക്ക് അവരുടെ പവിത്രതക്ക് തകരാറ് സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതും കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനത്തെ ആളാണ് അതിൻ്റെ ഇടയിലുള്ള ഒരു ഗുരുനാഥൻ അല്ലെങ്കിൽ ആ പാരമ്പര്യത്തിലുള്ള ഒരാളെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ തള്ളപ്പെട്ടു. അദ്ദേഹം മുഖേനുള്ളതായ ആ റിപ്പോർട്ട് സ്വീകരിക്കപ്പെടില്ല. അപ്പൊ തള്ളപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ശരിക്കും പരിശോധിച്ച് ഒരു നിലക്കും ആക്ഷേപ വിധേയരല്ലാത്ത എന്തെങ്കിലും നിലക്ക് ജീവിതത്തിലുള്ള വിശുദ്ധിക്ക് എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ച ആളുകളാണെങ്കിൽ അത് രേഖപ്പെടുത്ത ആളുകൾ മുഖേന ലഭിക്കപ്പെടുന്നതായ സന്ദേശങ്ങൾ അത് സ്വീകരിക്കപ്പെടുന്നു. അത്ര പവിത്രമായും കൊണ്ട് സംരക്ഷിക്കപ്പെട്ട ഒരു ശൃംഖലയാണ് ഈ ശൃംഖല, ഈ പണ്ഡിതൻ, ഈ പാരമ്പര്യ ശൃംഖല. അപ്പൊ അതാണ് വിശുദ്ധമായ പരമ്പരയിൽ കൂടി ലഭിക്കപ്പെട്ടത്. ആ ആശയ ആദർശങ്ങൾ അത് പരിപൂർണമായി ഉറപ്പുവരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ലഭിക്കപ്പെട്ടതാണ് എന്ന് ഉറപ്പുവരുത്തപ്പെട്ടതിന് ശേഷം ആ ആശയാദർശങ്ങൾക്ക് ഇവിടെ നിൽക്കും പിന്നെ വ്യതിചലനം ഉണ്ടാവാൻ പോകുന്നത്. ആ നിലക്ക് അതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ലക്ഷ്യം. പിന്നെ അതിന്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ടത് അതിൽ വിവരിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിദ്യാഭ്യാസപരമായി, ധാർമ്മികമായ വിദ്യാഭ്യാസം, ഭൗതികമായ വിദ്യാഭ്യാസം, അത് വിശുദ്ധമാവുന്ന ശരീഅത്തിനോട് എതിരല്ലാത്ത ഏതെങ്കിലും എന്തെല്ലാം വിദ്യാഭ്യാസമുണ്ടോ ആ വിദ്യാഭ്യാസം, അത് സ്ത്രീ വിദ്യാഭ്യാസമാണെങ്കിലും പുരുഷ വിദ്യാഭ്യാസമാണെങ്കിലും, സ്ത്രീ വിദ്യാഭ്യാസത്തിന് എതിർക്കുന്നവരാണെന്നൊക്കെ പറയലുണ്ട് ആലോചകർ. സ്ത്രീ വിദ്യാഭ്യാസത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർത്തിട്ടില്ല. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ ശൃംഖലയിലുള്ള ആരും അതിനെ എതിർത്തിട്ടില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ എതിർത്തിട്ടില്ല. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അതിലേക്ക് പോകരുത് എന്ന് അനുയായികളെ പൂർണ്ണമായും ശാസിക്കുകയും അവർക്ക് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാം നിർദ്ദേശിക്കുന്നത് പോലെ എല്ലാ മതങ്ങളോടുള്ളതായ ആ മതമില്ലാത്തവരോടുള്ള സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിട്ട് ഈ ഇന്ത്യ രാജ്യത്തിന്റെ ആ പരമ്പരാഗതമായ സ്വഭാവം സംരക്ഷിക്കപ്പെടും. ആ നിലക്ക് പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതുകൊണ്ട് തന്നെയാണ് 20 വർഷ കാലഘട്ടത്തിനുള്ളിൽ ഈ സംഘടനയുടെ പേരിൽ എന്തെങ്കിലും നിലക്കുള്ള ഒരു പെട്ടി കേസ് പോലും ഇല്ലാതെ നമ്മൾ പറയുകയാണ്. അപ്പൊ ആ നിലക്ക് പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഇവിടുത്തെ ഗവൺമെന്റ് മനസ്സിലാക്കിയതാണ്, ഇവിടുത്തെ പൊതുജനങ്ങൾ മനസ്സിലാക്കിയതാണ്, ഇവിടുത്തെ നിയമപാലകരൊക്കെ മനസ്സിലാക്കിയതാണ് ഈ സംഘടന. അപ്പൊ വിശുദ്ധ ഇസ്ലാമിന്റെ ആ തനിമ നിലനിർത്തുന്ന സംഘടന ആയതുകൊണ്ടാണ് കേരളത്തിലുള്ള ഭൂരിപക്ഷം ജനങ്ങളും ഈ സംഘടനയായിട്ട് ഇതിന് പിന്നിൽ അണിനിരന്നുകൊണ്ട് ഈ സംഘടനയെ ശക്തിപ്പെടുത്താനും ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനൊക്കെ അവര് സന്നദ്ധരായി. അപ്പൊ അതുകൊണ്ട് മാധ്യമ പ്രവർത്തകര് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണെന്ന് നിങ്ങളോട് പറയാം. എപ്പോഴും നമ്മൾ ന്യൂസുകളൊക്കെ പ്രസിദ്ധീകരിക്കുമ്പോൾ പല സമയത്തും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനങ്ങളല്ലാതെ ആരെങ്കിലും അവിടുന്ന് ഇവിടുന്നൊക്കെ പറയുന്ന ന്യൂസുകൾ ആദ്യം പ്രസിദ്ധീകരിക്കുക, പിന്നീട് അതിനെ തിരുത്തം ചെയ്യുക, അത് മതിയല്ലോ. അപ്പൊ ആ പിന്നീടുള്ള തിരുത്തൽ ഇപ്പൊ ചിലപ്പോൾ എന്റെ ചില പ്രസ്താവനകൾ തന്നെ ഞാൻ പറഞ്ഞതല്ലാത്തതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ പറയണം അങ്ങനെയാണ് ഞങ്ങൾ ഒരു സോറി പറഞ്ഞാൽ കഴിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. എന്നിട്ട് പിന്നെ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് നമ്മൾ ആ പ്രസ്താവന തങ്ങൾ പറഞ്ഞിരിക്കുക. അപ്പൊ അതിന് പിന്നെ ഒരു ക്ഷമാപണമൊക്കെ പറഞ്ഞാല് അത് ശരിയല്ല. അപ്പൊ ശരിക്കും ഞങ്ങളെ വാർത്തകളൊക്കെ ആ വാർത്തകള്
അത് ലഭിക്കപ്പെടേണ്ടതായ അതിൻ്റെതായ മാർഗങ്ങളും അതിന്റെ സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. അവിടുന്ന് ഔദ്യോഗികമായുള്ള വാർത്തകളെ നിങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പാടുള്ളൂ. മറ്റത് ജനങ്ങളിൽ അത് എന്താവും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കും. ഇപ്പൊ ഞാൻ പറയാത്തൊരു വാർത്ത, ഞങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ മുശാവറയിൽ തീരുമാനിക്കപ്പെടാത്ത ഒന്ന് അത് തീരുമാനിച്ചു ആദ്യം കൊടുക്കുക. അത് നല്ലതാണ്. ഞാൻ അതിൽ ചില രസങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാം. പിന്നീട് പിന്നെ അത് തിരുത്തുകയും ചെയ്യുക. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയുന്നത്. അപ്പൊ ഞങ്ങളെ വാർത്ത അത് സത്യസന്ധമായി ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ കൊടുക്കാൻ പറ്റൂ. അത് പിന്നെ പിൻവലിക്കലോ അതിന് ക്ഷമാപണം പറയലോ അതിന്റെ പോംവഴി. അപ്പൊ എപ്പോഴും സത്യസന്ധമായ നിലക്ക് വാർത്തകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ നമുക്ക് ആളുകളൊക്കെ കിട്ടുമല്ലോ വായിക്കാനൊക്കെ. അപ്പൊ അതിന് ആവശ്യമുള്ള ചില കൂടിയവരൊക്കെ കൂട്ടി കൊടുക്കണം. അത് പഠിച്ചവരാണോ അത് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ ഏതായാലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ 100ാം വാർഷികവുമായി നിങ്ങളൊക്കെ പൂർണ്ണമായി സഹകരിക്കുക. അതിന് ഏതാണ്ട് എല്ലാ നിലക്കുള്ള പ്രചരണത്തിൽ നിങ്ങളൊക്കെ കാണണം. നമ്മുടെ സന്ദേശയാത്രയും അതിന്റെ പ്രചരണത്തിലും നിങ്ങളൊക്കെ കാണണം. അതിനോട് ബന്ധപ്പെട്ട വാർത്തകളും റിപ്പോർട്ടുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് സത്യസന്ധമായി കൊടുക്കാൻ, അത് കൊടുക്കുന്നതിനുള്ള ജാഗ്രതയൊക്കെ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണം. എല്ലാ ചാനലുകളോടും എല്ലാ മാധ്യമ പ്രവർത്തകരോടും ഇവിടെ വന്ന എല്ലാ പത്രത്തിന്റെ പ്രമുഖരാകുന്ന അതിന്റെ ആളുകളോടൊക്കെ പ്രത്യേകമായി കൊണ്ട് പിന്നെ സമസ്തന്റെ ഒരു ഫണ്ട് ശേഖരം ഉണ്ടായിരുന്നു, തഹിയ എന്ന് പറഞ്ഞു. അത് 2025 സെപ്റ്റംബർ 28 തുടക്കം കുറിച്ചു. അതിന്റെ സമാപനം ഇന്നലെ അവസാനിപ്പിക്കുകയും ചെയ്തു. 46 കോടിയിലധികം, 46 കോടി 20 ലക്ഷം. അതെ, 46 കോടിയിലധികം, 46 കോടി 20 ലക്ഷം ഉണ്ട്. ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്, ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ ക്യാമ്പയിൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു വലിയ സംഭവ ചരിത്രമായിട്ടുണ്ട്. അതും ഈ സംഘടന ജനങ്ങൾ അംഗീകരിക്കുന്നു ഒക്കെ വന്നതൊക്കെ അധികം ചെറിയ ചെറിയ പൈസകളൊക്കെ കൊടുക്കുമ്പോൾ നമുക്കറിയാം ഓരോ വ്യക്തികളും അതിൽ പൂർണ്ണമായി പങ്കെടുത്തിരുന്നു. ഇപ്പം നിർത്തിയപ്പോൾ തന്നെ എന്റെ ക്യാമ്പയിൻ അവസാനിപ്പിക്കരുത് പറഞ്ഞിട്ടാണ് പലരും വിളിക്കുന്നത്. അപ്പൊ ആ നിലക്ക് ഇതൊക്കെ തന്ന എല്ലാ ആളുകളോടും നമുക്ക് നന്ദിയുണ്ട്. അത് നിങ്ങളോടും അതിന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളും ആ നിലക്ക് സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമയുമായി എല്ലാ നിലക്കും സഹകരിക്കണം. അതിന്റെ വാർത്തകളൊക്കെ സത്യസന്ധമായി കൊടുക്കുന്നതിൽ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും വേണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ പ്രസംഗിക്കും. പിന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഈ ഫണ്ട് ഉപയോഗിക്കേണ്ട 15ഓളം അതിന്റെ പദ്ധതികളുണ്ട്. അതൊക്കെ അതിന് ചെറിയ നിലക്ക് സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ജനങ്ങൾ സംഘടന അംഗീകരിച്ചു, എന്റെ പിന്നിൽ ആളുകളുണ്ട്, അപ്പൊ വിജയിക്കുമല്ലോ. ഒരു പ്രതിസന്ധി ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇനി എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിനൊക്കെ അതിജീവിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. ഞങ്ങളറിയില്ല, ഞങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഞങ്ങളൊരു സ്ട്രെയിറ്റിൽ അങ്ങനെയുള്ള ഞങ്ങൾക്ക് മുസ്തഖീമായ വഴി കൂടി പോകാമെന്നാണ് ഖുർആൻ തന്നെ പറയുന്നത്. സ്ട്രെയിറ്റ് റൂട്ടിൽ കൂടി പോവുക, അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട, തിരിയാൻ പാടില്ല. അപ്പോൾ ആ റൂട്ടിൽ കൂടി പോകുമ്പോൾ നമ്മൾ പിന്നെ അപ്പുറത്തുള്ള ശബ്ദങ്ങളൊന്നും ശ്രദ്ധിക്കില്ല. വിദ്യാഭ്യാസ മേഖലയിലെ കാര്യം, വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ കാന്തപുരം വിഭാഗം വേറിട്ട് പോയതിനു ശേഷം ഒരുപാട്, പ്രത്യേകിച്ച് ഭൗതിക വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടായി. അതേസമയം നമ്മുടെ ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ പാർട്ടി സംവിധാനം കുറച്ച് അഡ്വാൻസ്ഡ് ആണെന്ന് തോന്നിയപ്പോഴേക്കും അവർ പുത്തൻ ആശയങ്ങളുടെ ഇതൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന് വേറൊരു SNES എന്ന് പറഞ്ഞിട്ട് വേറെ പദ്ധതിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇപ്പോൾ ഇതിന് പറഞ്ഞിരിക്കുന്ന ഈ സമസ്ത സെൻട്രൽ എഡ്യൂസിറ്റി എന്ന് പറഞ്ഞൊരു പദ്ധതി എന്താണ് വിഭാവനം ചെയ്യുന്നത്?
അത് വിവാഹം ചെയ്യുന്നത് തന്നെ ഇപ്പം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ആത്മീയതയിൽ അധിഷ്ഠിതമായ നിലക്ക് ആത്മീയത എന്ന് പറഞ്ഞത് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിലെ ആവശ്യമാണ്. അതില്ലാത്തതുകൊണ്ട് ഉണ്ടാവുന്ന പല തകരാറുകളുണ്ട്. അപ്പോൾ ആ നിലക്കുള്ള നിങ്ങൾ സൂചിപ്പിച്ചതുപോലുള്ള എല്ലാ വിദ്യാഭ്യാസ മേഖലയിലും എല്ലാ സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു യൂണിവേഴ്സിറ്റി അതുണ്ടാവും. അത് ഞങ്ങൾ സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ സ്ഥലങ്ങൾ നോക്കിയിട്ടുണ്ട്. എവിടെയെന്ന് പറയാൻ പറ്റും. ഇപ്പം മലപ്പുറം ജില്ലയിൽ പല സ്ഥലങ്ങളിൽ നോക്കിയിട്ടുണ്ട്, പല സ്ഥലത്തും നോക്കിയിട്ടുണ്ട്. രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ വലിയൊരു വെല്ലുവിളി നേരിടുകയാണ്. ഈ 100-ാം പശ്ചാത്തലത്തിൽ ഒരു ഐക്യത്തിന്റെ കാരണമുണ്ടോ സംസ്ഥയുടെ ഭാഗത്ത്? അല്ല, എങ്ങനെ മുസ്ലിങ്ങളെല്ലാം കൂടി ഐക്യപ്പെട്ടാൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും? അത് പറ്റില്ലല്ലോ. നമ്മളെല്ലാവരും കൂടി ഐക്യപ്പെടേണ്ടത്. മുസ്ലിങ്ങളെ നേരിടുന്നതായ ഈ പ്രതിസന്ധികളുണ്ടെങ്കിൽ ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ മുസ്ലിങ്ങൾ മാത്രമല്ല ഒന്നിക്കേണ്ടത്. മുസ്ലിങ്ങളോട് അനുഭാവം പുലർത്തിക്കൊണ്ട് മറ്റുള്ള ആളുകളും അതിനോട് എന്താവണം, യോജിക്കണം. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ നടപ്പിൽ വരുത്താൻ കഴിയുള്ളൂ. അല്ലാതെ മുസ്ലിങ്ങൾ മാത്രം ഇങ്ങനെ ഒരു സംഘടന എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുമ്പോൾ നിങ്ങൾ പറയില്ലേ, കാരണം അവരൊക്കെ ഒന്നിച്ചിരിക്കുകയാണ്, അവരെല്ലാം കൂടി ഒത്ത് എന്തോ ഒരു സംഗതിക്കാണ് അവർ ഒരുങ്ങിക്കണമെന്ന് പറയില്ലേ, അത് പറ്റൂല. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചിരിക്കണം. മുസ്ലിങ്ങൾക്കിടയിലൊരു യോജിപ്പുണ്ടോ, ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടോ? അല്ല, മുസ്ലിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ യോജിപ്പ് കുറവൊന്നുമില്ലല്ലോ. ഇസ്ലാമിനോട് ബന്ധപ്പെട്ട പൊതുവിഷയങ്ങൾ വരുമ്പോൾ അതിപ്പോൾ അങ്ങനെയില്ല. അവിടെ മുസ്ലിങ്ങളുടെയുള്ള ഈ ഭിന്നിപ്പൊക്കെ മറന്നുകൊണ്ട് എപ്പോഴും അങ്ങനെ പല സമയത്തും ഒന്നിച്ച് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ചില കോടതി വിധികളൊക്കെ വരുമ്പോൾ ഷബാനു കേസ്, കോടതി വിധി, അങ്ങനത്തെ സംഗതികൾ സമയങ്ങളിലൊക്കെ ഒന്നിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒന്നിച്ച് ശ്രദ്ധിച്ചാൽ മാത്രം പോരാ, നിങ്ങളെല്ലാവരും പിന്തുണ വേണം, മറ്റുള്ള മതസ്ഥരൊക്കെ പിന്തുണ വേണം. അവിടെ ഏത് മതസ്ഥർക്കും അങ്ങനെ തന്നെ അല്ലേ. അവർ സ്വന്തമായിട്ട് ഒരു വിഷയത്തിൽ അവരങ്ങനെ ഇറങ്ങുമ്പോഴും മറ്റ് ഇന്ത്യ പോലത്തെ രാജ്യമാകുമ്പോൾ മറ്റുള്ളവരോട് പിന്തുണ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ആ നിലയ്ക്ക് നമുക്കത് മുന്നോട്ട് പോകാൻ കഴിയും. ഇസ്ലാം മതത്തിൽ പല കാലങ്ങളിൽ ഉണ്ടായ ആദർശ വ്യതിയാനങ്ങളെ വളരെ ശക്തമായി എതിർക്കുകയും അത് ഒരു തരത്തിൽ വിശ്വാസികൾക്കിടയിൽ കടക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത സംഘടനയാണ് സമസ്ത. മാറിയ കാലത്ത് പലവിധ സംഘടനകൾ രാഷ്ട്രീയത്തിലും ഒക്കെ ആയിട്ട് കടന്നു വരുന്നുണ്ട്. ഈ കാലത്ത് എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത്? അതായത് ഇസ്ലാം മതത്തിലുള്ള വ്യതിയാനങ്ങളല്ലേ, ആ വ്യതിയാനങ്ങളെ നമ്മളെപ്പോഴും എതിർക്കുമല്ലോ. അതിനെ ഇന്നും എതിർക്കുന്നുണ്ട്. അതെ, കടന്നു കയറ്റി അത് രാഷ്ട്രീയക്കാരുള്ള അത് നോക്കേണ്ടത്, ഞങ്ങളല്ലല്ലോ. അല്ല, അത് ഞങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയത്തിലൊന്നും അങ്ങനെ ഇടപെടാറില്ലല്ലോ. രാഷ്ട്രീയത്തിൽ ആരെ കയറ്റണം എന്നൊന്നും ഇപ്പോൾ നമ്മളല്ലല്ലോ അത് നോക്കേണ്ടത്. ഞങ്ങൾ മതത്തിൽ എന്തെങ്കിലും വ്യതിചലനങ്ങൾ ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അതെ പറയാൻ കൊണ്ടുവരണം. എനിക്ക് മനസ്സിലായി. ഞാനത് മുമ്പ് അതിൻ്റെ മറുപടി പറഞ്ഞതാണ്. വെൽഫെയർ പാർട്ടി അത് നിങ്ങൾ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അല്ലേ? ആണല്ലേ? അപ്പോൾ ജമാഅത്തെ ഇസ്ലാമികളോട് നമുക്ക് അവരുടെ ആശയങ്ങളോട് ആശയപരമായി ശക്തമായ എതിർപ്പുണ്ട്. അവരെ നമ്മൾ പൂർണ്ണമായി എതിർത്തവരാണ് എല്ലാ സമയത്തും. അവരുമായിട്ട് ഒരു യോജിപ്പില്ല. അപ്പോൾ ആ കുട്ടി ചോദിച്ചതുപോലെ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ എതിർത്തുള്ള സമസ്തൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ആ പാരമ്പര്യമൊന്നും സമസ്ത തുടരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് അവർ കൂട്ടുകൂടുമ്പോൾ അത് ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത്, അത് ആ രാഷ്ട്രീയ പാർട്ടികളാണ് തീരുമാനിക്കേണ്ടത്. അവരുടെ നയങ്ങൾ എന്താണ്, അത് നമുക്ക് കൂട്ടുകൂട്ടാൻ പറ്റുമോ, അത് നമ്മൾ അവരായിട്ട് സഖ്യം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് അവരെ രാഷ്ട്രീയമായിട്ട് സഖ്യം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആലോചിച്ച് ചെയ്യേണ്ടതാണ്. ഞങ്ങൾക്കതിൽ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ. രാഷ്ട്രീയ പാർട്ടികളെ ഞങ്ങൾ എതിർക്കലല്ല. രാഷ്ട്രീയ പാർട്ടികൾ അല്ല ഞങ്ങളങ്ങനെ അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൻ്റെതായ നയങ്ങളുണ്ടാവും. ആ നയത്തിൽ നിന്ന് അവർ
പിന്നെ പിന്തിരിയാത്ത കാലത്തോളം നമ്മളവരെ എതിർക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ഇപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളൊക്കെ നമ്മൾ എതിർത്ത് നടക്കുക. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ എതിർക്കുക. രാഷ്ട്രീയമായിട്ട് BJP ഉണ്ട്, BJP ഇതൊന്നും നമ്മുടെ പണിയല്ലല്ലോ. അതന്നെ ജമാഅത്തുമായുള്ള ആശയത്തിൽ, മതപരമായ ആശയത്തിൽ അവരോട് ഞങ്ങൾക്ക് എതിർപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നമ്മളെപ്പോഴും എതിർത്തുകൊണ്ടേ നിൽക്കണേ. അത് ആർക്കും രൂപീകരിക്കാമല്ലോ. ഈ ജമാഅത്തിന് മാത്രമല്ല, ഇപ്പോൾ മുജാഹിദീങ്ങൾക്ക് ജമാഅത്ത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാം, ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാം. മനസ്സിലായില്ലേ? അത് ചിലപ്പോൾ ഞങ്ങൾ അഡ്രസ്സിലാണെങ്കിക്കണം, അഡ്രസ്സിലല്ലാതെ അങ്ങനെ ആർക്കും രൂപീകരിക്കാമല്ലോ. അത് കൂട്ടുള്ളവർക്കൊക്കെ രാഷ്ട്രീയമായിട്ട് കൂട്ടും ചെയ്യാമല്ലോ. ഞങ്ങളിവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ വോട്ട് ചോദിക്കാനിടയിൽ പോയിക്കണം. ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വോട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഇതൊന്നും ഞങ്ങളെ പണിയല്ല. നമ്മളെ പണിയും അതിൽ എഴുതിക്കണമല്ലോ. അതെ, മുമ്പ് ജമാഅത്ത് ഇസ്ലാമിനെ എതിർത്തിട്ടുണ്ടാവും, എതിർക്കേണ്ടതാണല്ലോ. അത് മുഖം നിർവഹിച്ച് അല്ല ആര് പറഞ്ഞാലും അത് എതിർക്കേണ്ടത് തന്നെയാണ്. സഖ്യത്തെ കുറിച്ച് വെൽഫെയർ പാർട്ടി സഖ്യത്തെ കുറിച്ച് ഉമർ ഫൈസി പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അയാളൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാളോടാണ് ചോദിക്കേണ്ടത്. അതിലൊരു പ്രശ്നം, ഈ പാണക്കാട് കുടുംബം സമസ്തയിൽ ബന്ധപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ്, സമസ്തയുടെ വേദികളിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ആളുകളാണ്. ഈ പാണക്കാട് കുടുംബത്തിൽ തന്നെയാണ് ഈ വെൽഫെയർ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അല്ല, അതൊക്കെ അതിനൊന്നും ഇപ്പം മറുപടി പറയേണ്ട ആൾ ഞാനല്ല. ഇതല്ല, ഞാനതിന് മറുപടി അത് ഓരോ രാഷ്ട്രീയക്കാർക്കും അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ കക്ഷികൾ അത് ആരാണോ അവർക്ക് പ്രഖ്യാപിക്കാതിരിക്കുകയൊക്കെ ചെയ്യാം. ഇതൊന്നും ഞങ്ങൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. സമസ്ത പ്രവർത്തകർക്കിടയിൽ ഒരു ആശയ കുഴപ്പമില്ല. പൊതുജനങ്ങൾക്കുള്ളത് ഞങ്ങൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾക്ക് സമസ്ത പ്രവർത്തകരുടെ ഇടയിൽ, സമസ്തന്റെ അനുഭാവികളുടെ ഇടയിൽ എന്ത് ആശയം ഒരടിയിലുള്ള ആശയം അല്ല, പൊതുസമൂഹത്തിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. രാഷ്ട്രീയമായി നേരത്തെ നമ്മൾ നൽകണില്ല. അത്തരം പാർട്ടികൾ കൂട്ടുകൊണ്ടോട് അത്തരം മുന്നണികളും രാഷ്ട്രീയക്കാരൊക്കെ പാഠം പഠിക്കാണ്, പഠിച്ചോട്ടെ എന്നുള്ള അല്ല, അതല്ല, അത് ഞങ്ങളെ മേഖലയിൽ അത് പാഠം പഠിച്ചോട്ടെ എന്നല്ല, അങ്ങനെ ചെയ്തണ്ട. അതാണ് നമ്മൾ എഴുത്ത് എന്ന് പറയുന്നത്. മനസ്സിലായി? ഞങ്ങൾ പാഠം പഠിച്ചോട്ടെ എന്ന് ചെയ്ത് അത് പറഞ്ഞാൽ അത് ഞങ്ങളെ മേഖലയല്ല. അതിലേക്ക് ഞങ്ങൾ ശ്രദ്ധിക്കണില്ല. ശ്രദ്ധിക്കേണ്ടി വന്നാൽ ശ്രദ്ധിക്കും, അത് ഇപ്പോഴും ശ്രദ്ധിക്കണില്ല. അപ്പം എങ്ങനെയെങ്കിലും ഞാനത് വലിയിട്ട് സത്യം പാടില്ല എന്നുള്ളത് പറയണം എന്നാണ് നിങ്ങൾ പറയണത്. അങ്ങനത്തെ ഒരു വിവാദത്തിനൊന്നും ഇപ്പം നമ്മൾ ഉദ്ദേശിക്കണില്ല. അത് നമുക്ക് പിന്നെ അങ്ങനെ വരുമ്പോൾ പറയാം. രാജ്യത്തിൻ്റെ നന്മക്കോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഈ പൊതു സ്വഭാവത്തിനെതിരായി ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മളതിനെ എതിർക്കൂലേ? തീർച്ചയായിട്ടും അത് ഞങ്ങളെ ഭരണഘടനയിൽപ്പെട്ടതാണത്. ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. എനിക്ക് എപ്പോഴും ചോദ്യത്തിനുള്ളൂ. മോദി സർക്കാർ ഭരിക്കുന്നു. അപ്പം ഈ അഭിപ്രായ ഭിന്നതകളൊക്കെ മാറ്റിവെച്ച് ഈ സംസ്ഥ പ്രത്യേകിച്ച് പറയാൻ ഈ പറഞ്ഞ പോലെ മുസ്ലിം അവാന്തര വിഭാഗങ്ങൾക്ക് ശക്തമായ പ്രത്യയശാസ്ത്രമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ മാറ്റിവെച്ച് സമുദായം ഒരുമിച്ച് നിൽക്കണം. അതായത് ഐക്യപ്പെട്ട് അങ്ങനെ ഒരു യോജിച്ച് വേറെ എന്തോ നീക്കത്തിനല്ല, പക്ഷെ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെക്കണം എന്നൊരു ശക്തമായ വാദം സമുദായത്തിനകത്ത് തന്നെ ഉയരുന്നുണ്ട്. ഇത് അങ്ങനെ മാറ്റിവെക്കപ്പെടേണ്ടതാണോ, അല്ലെങ്കിൽ ആ ഭിന്നത അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ? അഭിപ്രായ വ്യത്യാസം മാറ്റിവെച്ചതല്ല, അഭിപ്രായ വ്യത്യാസമൊക്കെ നിലനിൽക്കുന്നതിനോട് കൂടെ അങ്ങനല്ലേ ഓരോരുത്തരും അങ്ങനെ. ഇപ്പം നമ്മൾ മതങ്ങൾ തമ്മിൽ ഒരു യോജിപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ മതങ്ങളും ആ മതങ്ങളെ ആശയങ്ങൾ വലിച്ചെറിയല്ല ചെയ്യണത്, അത് മാറ്റിയൊക്കെയല്ല. ഓരോരുത്തരും അവരവരെ മതത്തിൽ നിന്നുകൊണ്ട് മതസൗഹാർദ്ദം ഉണ്ടാക്കണം. അതല്ലേ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾക്ക് നിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഹൈന്ദവരാണ് അവർക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണ് അവർക്ക് ചർച്ചിൽ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഐക്യം ഒരിക്കലും നടക്കൂലല്ലോ. അപ്പോൾ ഓരോ മതത്തിൻ്റെ ആളുകളും ആ മതത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് പരസ്പരം സൗഹാർദ്ദം ഉണ്ടാക്കി തീർക്കുക, അങ്ങനെ കഴിയുള്ളൂ. ഒരു മതത്തിൻ്റെ ഇത് വിശ്വസിക്കുന്ന ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം ആ മതത്തിന് എതിരായി കൊണ്ട് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല, അത് ഒരിക്കലും കഴിയൂല. പിന്നെ ഈ നമ്മളൊരു പൊതുതാരത്തിന് ഉണ്ടാക്കാനും കഴിയൂല. അപ്പോൾ നമ്മൾ ഈ രാജ്യത്തിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടി നമ്മൾ യോജിക്കണം, അത്ര മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓരോ മതവിശ്വാസികളും അവരുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ടാവുക. എന്നതുപോലെ മുസ്ലിങ്ങളിൽ പല അഭിപ്രായക്കാരുണ്ടാവും, അവരവരെന്തൊക്കെ സംരക്ഷിച്ചോട്ടെ, നമ്മളൊന്നും സംരക്ഷിക്കും. സമസ്തക്കാർ സുന്നികളെ ആശയം സംരക്ഷിക്കും, മുജാഹിദീങ്ങൾ അവരെ ആശയങ്ങൾ സംരക്ഷിക്കും, ജമാഅത്ത് ഇസ്ലാമി അവരെ ആശയം സംരക്ഷിക്കും. 46 കോടി രൂപ പിരിച്ചു, അതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്.
അതിപ്പോൾ ഞാൻ ഒരു വട്ടം ആദ്യം പറഞ്ഞല്ലോ 15 പദ്ധതികൾ എന്ന് പറഞ്ഞില്ലേ, അത് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ 15 പദ്ധതികൾക്ക് വേണ്ടിയാവും. അതിനത് തികയുമെന്നുള്ളതാണ് ഇപ്പോൾ സംശയം. സംസ്ഥയിലെ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരു സമിതിയൊക്കെ രൂപീകരിച്ചിരുന്നു. അത് എന്തായി അതിന്റെ അന്തിമ തീരുമാനം? അങ്ങനെ 2 വിഭാഗങ്ങൾ ഇപ്പോൾ സംസ്ഥയിലില്ലല്ലോ, എല്ലാവരും ഒന്നിച്ച് പോവുക തന്നെയാണ്. മാനസികമായി ചിലർക്കൊക്കെ ഒരു ചെറിയ പ്രയാസങ്ങൾ അങ്ങോട്ട് കൊണ്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്തിട്ടുണ്ട്. ആ നിൽക്കാനുള്ള ഇപ്പോൾ പോണത് പിന്നെ ഈ സമ്മേളനത്തിൻ്റെ ഇതിൽ എല്ലാവരും ഉണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞ 2 വിഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കുകയാണെങ്കിൽ അവരൊക്കെ എല്ലാ പരിപാടിയിലും ഉണ്ട്. അങ്ങനെയാണ് നമ്മളെ നോട്ടീസും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തയ്യാർ ചെയ്തിട്ടുള്ളത്. CAC ആയിട്ട് ബന്ധപ്പെട്ടത് പരിഹരിച്ചു എന്നല്ല പറഞ്ഞത്. CAC ആയിട്ട് ബന്ധപ്പെട്ടത് അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇല്ല. വ്യക്തിപരമായി ചോദിക്കണ്ട. വളരെ നല്ലതാണ്. നമ്മൾ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്, നന്ദി അറിയിക്കുകയും ചെയ്യും. അത് എന്താന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിനോട് ഇതിൻ്റെ ആശയത്തിനോടൊക്കെ ഉള്ള മൂപ്പര അമിതമായ ആ സ്നേഹവും ആദരവിൻ്റെ ഒക്കെ ഒരു പ്രകടനമാണ്. നമുക്ക് ശ്രമിക്കാം. അങ്ങനെ പലരും പറയുന്നുണ്ട് അങ്ങനെ, മനസ്സിലായില്ലേ. ഞാൻ വിദേശത്തൊക്കെ ചെന്നപ്പോൾ പല നമ്മളെ കേരളത്തിലുള്ള വലിയ പ്രമുഖരാകുന്ന വ്യവസായികളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു നിങ്ങൾ ശ്രമിച്ചോളി നന്ദി, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാം റെഡിയാണെന്ന് പറഞ്ഞു. ആ പേര് പറയുന്നില്ല. സമ്മേളനത്തിൻ്റെ ഭാഗമായി നീക്കങ്ങളില്ല, ഒന്നുമില്ല. സഫലാവുമെന്ന് പറയാൻ പറ്റൂലല്ലോ. ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ടതല്ലല്ലോ, അവർ കൂടി. അത് അവരും പറയണം, ഞങ്ങളൊപ്പമുള്ളവരും പറയണം, അവരൊപ്പമുള്ളവരും പറയണം. ഇപ്പോൾ ചർച്ച ഒന്നുമില്ല. ചർച്ചകൾ മുമ്പൊക്കെ നടന്നിട്ടുണ്ട്. അല്ലാതെ 2 സംഘടനകളായി നിൽക്കുമ്പോൾ പരസ്പര സഹകരണം ഉണ്ടാവില്ലല്ലോ. അണികളൊക്കെ അങ്ങോട്ടൊക്കെ സഹായിച്ചെന്ന് വരും. നമുക്ക് പറയാൻ പറ്റില്ല. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജു ചന്ദ്രശേഖർ പറയട്ടെ, മുസ്ലിം ജനവിഭാഗത്തിൽ ആശങ്ക പരിഹരിക്കും. അല്ല, അത് എന്നോട് സംസാരിച്ചിന്. പരിഹരിക്കുന്നല്ല, എന്നോട് നമ്മൾ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പര്. അപ്പോൾ ഞാൻ ഈ തിരക്കിലാണ്, ഒരു ഒഴിവുള്ള സമയം നിങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളല്ല പറഞ്ഞത്, അയാളെ ഒരു ഇടയിൽ പ്രവർത്തിക്കണ ഒരാൾ. അത് ഞാൻ അയാളോടല്ല, നിങ്ങളോട് ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. അത് നിങ്ങൾ വരണം കൂടെ. അപ്പോൾ നമ്മൾ പറയേണ്ടത് നിങ്ങൾ വരണം. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ അയാൾ വരണതിൻ്റെ ഒരു അർത്ഥം ഉണ്ടാവില്ലല്ലോ. അല്ല, അവരും ആവാം. അല്ല, നമ്മളിപ്പോൾ ഒരു ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവർ നമ്മളെടുത്ത് വരട്ടെ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ വരാൻ പാടില്ല എന്ന് പറയുക. അത് നമ്മളൊരു മാനുഷികമായ ഒരു സ്വഭാവത്തിൽ ചോദിച്ചതല്ലല്ലോ. അപ്പോൾ നമ്മൾ അവർ വരും, അവർ പരിഹരിക്കാമെന്നല്ലേ പറയണത്. നമുക്ക് സന്തോഷമല്ലേ ഉള്ളത്. waytonikah.com, the exclusive Muslim matrimonial site.